ടോറസ് ലോറിയുടെ പിൻഭാഗത്ത് നിന്ന് ടയർ ഇറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ 11 കെവിയിൽ നിന്ന് ഷോക്കേറ്റ യുവാവ് മരിച്ചു. കോട്ടയം ചങ്ങനാശ്ശേരി ബൈപ്പാസിലാണ് ഇന്ന് രാവിലെ അതിദാരുണമായ ഈ അപകടമുണ്ടായത്. മാമ്പുഴക്കരി സ്വദേശിയായിട്ടുള്ള സിജോ രാജൻ എന്ന 29 വയസ്സുകാരനാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടത്. സിജോ ഇത്തരത്തിൽ ഈ ഒമിനി വാനിൽ, അതായത് ഒരു മൊബൈൽ വർക്ക്ഷോപ്പാണ്, ഈ മൊബൈൽ വർക്ക്ഷോപ്പിൻ്റെ വാഹനത്തിലെത്തി വാഹനങ്ങളുടെ ടയർ സംബന്ധിച്ചുള്ള ജോലികളും ഒപ്പം ഗ്രീസിംഗ് സംബന്ധിച്ചുള്ള ജോലികളും ചെയ്തു വരുന്ന ആളാണ്. അങ്ങനെ ഇന്ന് രാവിലെ ചങ്ങനാശ്ശേരി ബൈപ്പാസിൽ ലായ്ക്കാടിന് സമീപത്താണ് ഈ അപകടം സംഭവിക്കുന്നത്. ഈ കാണുന്ന ടോറസ് വാഹനത്തിൻ്റെ ടയർ മാറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുകയും സിജോ ദാരുണമായി മരണപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഉള്ളിലാണ്, പിൻഭാഗത്ത് ഉള്ളിലാണ് പുതുതായി മാറാനുള്ള ടയറുകൾ ഉണ്ടായിരുന്നത്. ആ ടയർ പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടി ഈ വാഹനത്തിൻ്റെ പിൻഭാഗം ഉയർത്തിയതാണ്. അങ്ങനെ ഈ പിൻഭാഗം ഉയർത്തിയെങ്കിലും ഈ വാഹനത്തിന് ഉള്ളിലുണ്ടായിരുന്ന ടയറുകൾ പുറത്തേക്ക് വന്നില്ല. ഈ സാഹചര്യത്തിൽ സിജോ ഈ ഒരു ഡോറിൽ പിടിച്ചുകൊണ്ട് ഇത് തുറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വാഹനത്തിൽ നിന്ന് ഷോക്ക് ഏൽക്കുകയായിരുന്നു. തൊട്ട് മുകളിലൂടെ കടന്നു പോകുന്ന 11 കെവിയിൽ നിന്ന് വാഹനത്തിലേക്ക് വൈദ്യുതി പ്രവഹിച്ചു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഷോക്കേറ്റ സിജോ സമീപത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ഈ വാഹനത്തിൻ്റെ, ഈ ലോറിയുടെ ജീവനക്കാർ തന്നെ എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് സിജോയെ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. മരണം സംഭവിക്കുകയായിരുന്നു. സിജോയുടെ മൃതദേഹം ഇപ്പോഴും ചങ്ങനാശ്ശേരിയിലെ ആ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. അതിന് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും അതിദാരുണമായ ഒരു അപകടമാണ് ചങ്ങനാശ്ശേരി ബൈപ്പാസിൽ ഇന്ന് രാവിലെ ഉണ്ടായതെന്ന് പറയേണ്ടിയിരിക്കുന്നു. രാവിലെ 10 മണിക്ക് ശേഷമാണ് ഈ അപകടം സംഭവിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായി കാണാൻ സാധിക്കും. ഈ വാഹനത്തിനുള്ളിൽ ഈ ടോറസിന് മാറേണ്ടതായിട്ടുള്ള ടയറുകൾ, പുതിയ ടയറുകൾ ഈ വാഹനത്തിൻ്റെ പിൻഭാഗത്താണ് ഉണ്ടായിരുന്നത്. ആ ടയർ എടുക്കാനുള്ള ശ്രമമാണ് വാഹനത്തിലെ ജീവനക്കാർ നടത്തിയത്. ഡ്രൈവർ വാഹനത്തിനകത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. അകത്തിരുന്നുകൊണ്ട് ഈ വാഹനത്തിൻ്റെ പിൻഭാഗം ടിപ്പ് ഉയർത്തുകയായിരുന്നു. അങ്ങനെ ഉയർത്തിയെങ്കിലും ഈ ടയർ പുറത്തേക്ക് വീഴാത്ത ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു അവസ്ഥയിലാണ് ഈ വാഹനത്തിൻ്റെ പുറത്തു നിന്ന് സിജോ ഈ ടിപ്പറിൻ്റെ പിൻഭാഗത്തെ ഡോർ തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെ തുറക്കാൻ വേണ്ടി ഈ വാഹനത്തിൽ കൈ സ്പർശിച്ച സമയത്ത് തന്നെ ഷോക്കേൽക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും വളരെ ദാരുണമായ ഒരു സംഭവമാണ്. 29 വയസ്സുകാരനായിട്ടുള്ള സിജോ രാജു എന്ന യുവാവിനാണ് അപകടത്തിൽ. ഈ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളും ഈ വാഹനത്തിലെ ജീവനക്കാരും പറയുന്നത് വാഹനത്തിൻ്റെ പിൻഭാഗം ടിപ്പ് ഉയർത്തിയെങ്കിലും 11 കെവിയിൽ അത് തട്ടിയിട്ടില്ല, 11 കെവിയിൽ സ്പർശിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ KCB ജീവനക്കാർ പറയുന്നു അങ്ങനെ ഒരിക്കലും വൈദ്യുതി പ്രവഹിക്കില്ല, 11 കെവിയിൽ അത് സ്പർശിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ വൈദ്യുതി അത്തരത്തിൽ പ്രവഹിച്ചത് എന്നുള്ള ഒരു വിശദീകരണമാണ് KCB എഞ്ചിനീയറുടെ ഭാഗത്തു നിന്നടക്കം വരുന്നത്. എന്താണെങ്കിലും അതിദാരുണമായ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷമാണ് ചങ്ങനാശ്ശേരി ബൈപ്പാസ് റോഡിൽ ലായ്ക്കാടിന് സമീപത്തിൽ ഇത്തരത്തിലൊരു അപകടമുണ്ടാവുകയും 29 വയസ്സുകാരനായിട്ടുള്ള സിജോ രാജു എന്ന യുവാവിന് ജീവൻ നഷ്ടമാവുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും. ചങ്ങനാശ്ശേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ചങ്ങനാശ്ശേരിയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.